നമസ്കാരം. ഇനി പറയുന്ന കാര്യങ്ങൾ CPM-നെ തേജോവധം ചെയ്യാനോ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്ഷേപിക്കാനോ ഒന്നുമല്ല. നാളെ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് വരണ്ട. ഇനി വരില്ല എന്ന് ഉറപ്പൊന്നുമില്ല. എങ്കിലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പുലരുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആഭ്യന്തര മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ഈ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് 10 വർഷം മുമ്പ് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെച്ചിട്ടുള്ള പെരും നുണകൾ, അത് ഏതു വിധത്തിലുള്ള നുണകളാണെന്ന് ഞാൻ ഇനി പറഞ്ഞ് അങ്ങോട്ട് കളം നിറയ്ക്കുന്നില്ല. ആ നുണകൾ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അദ്ദേഹത്തെ മൂലക്കിരുത്തി LDF എന്ന് പറയുന്ന ഒരു മുന്നണിക്ക്, CPM നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് വോട്ട് കൊടുത്ത് അതില് ഏറ്റവും ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി ഇങ്ങോട്ട് വെച്ചപ്പോ നമുക്ക് തോന്നി, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നി, ഇനി കേരളം എന്ന് പറയുന്നത് വലിയ സമ്പന്നതയുടെ, സമൃദ്ധിയുടെ, ആശ്വാസത്തിന്റെ ഒക്കെ ഒരു വിളനിലമാകുമെന്ന്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരു വർത്തമാനം മുഖ്യമന്ത്രി കേറിയപ്പോ തന്നെ പറയുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ ഓരോന്നൊരു ജീവിതമാണ്, 3 മാസം കൊണ്ട് ഞങ്ങൾ അങ്ങ് മറിക്കും എന്ന്. പക്ഷെ പടിയിറങ്ങി പോകാൻ നിൽക്കുന്ന 10 വർഷത്തിന് ശേഷം കഴിഞ്ഞ് പടിയിറങ്ങി പോകാൻ നിൽക്കുന്ന ഈ സമയത്ത് പോലും മുഖ്യമന്ത്രി അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് മറന്നുപോയി, CPM അത് ഓർമ്മിച്ചു കൊടുത്തിട്ടില്ല, അത് ജനങ്ങളോട് വഞ്ചനയാണ് കാണിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് നാണക്കേടിന്റെ കഥയിലേക്ക് വരാം. കഴിവുകേടിന്റെ കഥ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ജനം നാണക്കേടാണ്. ഇങ്ങനെയുള്ള ഒരെണ്ണത്തിനെയാണല്ലോ നമ്മൾ ആഭ്യന്തരമന്ത്രിയായി എടുത്ത് മേലെ വെച്ച് വായിക്കുന്നത്. കാരണം അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, ഈ ആഭ്യന്തര വകുപ്പിൽ എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ വകുപ്പായതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, മുഖ്യമന്ത്രി എന്ന് പദം അലങ്കരിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല. അദ്ദേഹം ഇവിടെ ആഭ്യന്തരമന്ത്രി ആയത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നാണക്കേടാണ്. സഖാക്കളും അതിൽ പെടും. അത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. ഞാനൊരു FIR വായിക്കാം. FIR നമ്പർ 0181 2025 സൈബർ ക്രൈം തിരുവനന്തപുരം. അതില് പ്രതികൾ എന്ന് പറയുന്നത് 4 പേര്. ഒന്ന് കുഞ്ഞുപിള്ള, പിന്നെ ദാനിഷ് മലപ്പുറം, മൂന്നാമത്തെ പ്രതി CMS മീഡിയ, ഒരു മീഡിയ ആണ് അത്. നാലാമത്തത് സുബൈർ പന്തല്ലൂർ. ഇങ്ങനെ 4 പ്രതികൾ. ഈ 4 പ്രതികൾ ചെയ്ത കുറ്റം പ്രഥമ ദൃഷ്ട്യാ പോലീസ് കണ്ടെത്തിയത് ഞാനൊന്ന് വായിക്കാം. 1 മുതൽ 4 വരെ പ്രതികൾക്ക് ഇന്റർനെറ്റ് മാധ്യമം വഴിയും നേരിട്ടും പൊതുജനങ്ങൾക്കിടയിലും വിശ്വാസ സമൂഹത്തിലും മതവിശ്വാസം തകർത്ത് മതവികാരത്തെ അപമാനിക്കും വിധം മതവും മതവികാരം പ്രചോദിപ്പിക്കണം എന്നും മതവിശ്വാസം സമൂഹത്തെ പരസ്പരം ഇളക്കി വിടണമെന്നും മനഃപൂർവ്വമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടി 16/12/2025 തീയതിക്ക് മുമ്പുള്ള ഏതോ ദിവസം 1-ാം പ്രതി അയ്യപ്പ ഭക്തിഗാനത്തെയും ശരണമന്ത്രത്തെയും അപമാനിക്കും വിധം മതവിശ്വാസികൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന വിധവും മതസൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യുന്ന വിധവും സമൂഹത്തിൽ സമാധാന ലംഘനം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി OTA KTA എന്ന് തുടങ്ങുന്ന ഗാനം നിർമ്മിച്ചും 2-ാം പ്രതി T പാട്ട് പാടിയും 3-ാം പ്രതി T പാട്ടിനെ ചിത്രീകരിച്ച് 4-ാം പ്രതി T ഗാനത്തിന് നിർമ്മാണം നിർവഹിച്ചും 1 മുതൽ 4 വരെ പ്രതികൾ T പാട്ടിനെ YouTube ഉൾപ്പെടെ ഇന്റർനെറ്റ് നവമാധ്യമങ്ങൾ വഴിയും നേരിട്ടും പ്രചരിപ്പിച്ചതിൽ ഹിന്ദുമത വിശ്വാസിയും അയ്യപ്പ ഭക്തനുമായ ആവലാതിക്കാരനും മറ്റ് ഭക്തർക്കും മതവിശ്വാസത്തെ ദ്വേഷകരമായി ബാധിച്ചതിനാൽ പ്രതി മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളാണ് കുറ്റം ചെയ്തു എന്നുള്ളത്. അതാണല്ലോ FIR. അതല്ലാതെ അന്വേഷിച്ചിട്ട് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളല്ല. പോലീസ് ശരിക്ക് ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇത് നാണക്കേടല്ലേ നമുക്ക് മലയാളികൾക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്ര വിവരം കെട്ട ഒരാളെയാണോ നമ്മൾ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് എടുത്തു വെച്ചത്? നമുക്ക് ഈ പാട്ടിനെ അവിടെ വെക്കാം. വേറെ ചില കാര്യങ്ങളിലേക്ക് പോകാം. ഈ രാജ്യമാണല്ലോ ഏറ്റവും വലുത്. പെഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്നു. അത്തരത്തിൽ ഒരു ആക്രമണം നടന്നപ്പോ ഈ രാജ്യത്തെ ഓരോ പൗരനും എത്ര കണ്ട് മനസ്സു വേദനിച്ചു, എത്ര കണ്ട് ജാതി മത വർഗ ഭേദമന്യേ ആ തീവ്രവാദികൾ ശിക്ഷിക്കപ്പെടണം, അവന്റെ കുടുംബത്തെ കയറി അവനെ മുടിക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചില്ലേ? അത് ചെയ്തില്ലേ നമ്മുടെ സർക്കാർ? അതിനെ ഒരു ജീവനെ കൊന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു എന്ന് ഇവിടെ ആരെങ്കിലും വിലപിച്ചോ? ആരും വിലപിച്ചില്ല. നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറി ഇവിടെ അതിക്രമം കാണിച്ച് ഇവിടെ ഉള്ളവന്റെ സമാധാനവും അവന്റെ ജീവനും തകർത്തവരെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോ സർവ്വമിത പിന്തുണയും കൊടുത്തു. അതവിടെ നിൽക്കട്ടെ. അത് രാജ്യസ്നേഹം. സിനിമകളിൽ ഇതുപോലെ ധാരാളം ഭീകരന്മാർ പാകിസ്ഥാൻ തീവ്രവാദികളായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒക്കെ വരുന്നുണ്ട്. പല പേരുകളിൽ, പല ജാതികളിൽ, പല തീവ്രവാദികൾ. എത്ര സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പല സിനിമകൾ അറിയാമല്ലോ. അതിലെ തീവ്രവാദികൾ. മോഹൻലാൽ ക്യാപ്റ്റൻ പദവി കിട്ടിയത് എങ്ങനെ?
അങ്ങനെ ഒരുപാട് സിനിമകൾ. അതിലൊക്കെ ഭീകരവാദമുണ്ട്, ഭീകരവാദികളുണ്ട്, ബോംബ് സ്ഫോടനമുണ്ട്, പലതുമുണ്ട്. ഇതിലൊക്കെ അതിൽ ഭീകരവാദം നടത്തിയ എത്ര ഭീകരരെ പിണറായി വിജയനോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ കേസെടുത്തിട്ടുണ്ട്. എത്ര സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ക്രൈമുകൾ സിനിമയിലില്ലേ? ആ സിനിമയിൽ ആ ക്രൈം രംഗത്ത് അഭിനയിച്ചിട്ടുള്ള, സ്ത്രീ പീഡന രംഗത്ത് അഭിനയിച്ചിട്ടുള്ള, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെയൊക്കെ പിടിച്ചകത്തിടേണ്ടി വരും. ചുമന്ന കൊടിയിട്ട ചിലരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ സിനിമയിലുള്ളത്, ഇല്ലേ? നീ റോസന്റെ നിറം കൂടി ഒന്ന് നോക്കണം ചുവപ്പാണെന്നുള്ളത്. അവരെയൊക്കെ പിടിച്ചകത്തിടണ്ടേ? അവരുടെ പേരിലൊക്കെ കേസ് എടുക്കണ്ടേ? ഒരു കേസ് ഇവിടെ ഇന്ന് വരെ പിണറായിയോ ഇനി അല്ല ഉമ്മൻചാണ്ടിയോ നരേന്ദ്രമോദിയോ നരസിംഹറാവോ ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും അത്തരത്തിലൊരു കേസ് എടുത്തിട്ടുണ്ടോ? ഈ പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാതെ നാണക്കേടല്ലേ? ഇവിടെ ഒരു പാട്ട് വന്നു എന്നതിന്റെ പേരിൽ എവിടെയാണ് ഈ അയ്യപ്പന്റെ വിശ്വാസം വ്രണപ്പെട്ടു പോയത്? ഞാനൊരു മുസ്ലിമാണ്, എനിക്കിത് പറയാൻ എന്ത് യോഗ്യതയാണെന്ന്? യോഗ്യത ഉണ്ട്. 1995 40 കണക്കിന് പുലർച്ചെ 4:30 മണിക്ക് നട തുറന്ന ശേഷം ഏകദേശം 5 മണിയോടുകൂടി ആ പടി ചവിട്ടി ഇരുമുടിക്കെട്ടും കൊണ്ട് പടി ചവിട്ടി കയറിപ്പോയ ഒരു അയ്യപ്പ ഭക്തനാണ് ഞാൻ അന്ന് 1995. അതിൽ ഇന്ന് എനിക്ക് പറയാൻ പറ്റും അവിടെ എങ്ങനെയാണ് എന്ന്. ഓരോ മതവിശ്വാസിയുടെയും ഓരോ അയ്യപ്പ ഭക്തന്റെയും ഒരു അയ്യപ്പനെ സ്നേഹിക്കുന്ന മതേതരത്വം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും എങ്ങനെയാണ് അയ്യപ്പനെ അല്ലെങ്കിൽ പന്തളവാസനെ എങ്ങനെയാണ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഒരല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടായിരുന്നെങ്കിൽ ഇതേ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ പാർട്ടിയും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത് ഈ സ്വർണം കട്ടുകൊണ്ടുപോയിട്ടുള്ള, കട്ടളപ്പടി കട്ടുകൊണ്ട് പോയിട്ടുള്ള, അവിടുത്തെ വാതിൽപ്പള്ളി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള, അതായത് മോഷണം നടത്തിയിട്ടുള്ളത്, പകൽ പോലെ മോഷണം നടത്തി അവിടെ ഉണ്ടായിരുന്ന സ്വർണം അത് മുഴുവൻ കട്ടെടുത്തോണ്ട് പോയി, പിടിച്ചെടുത്തോണ്ട് പോയിട്ട് പൊളിച്ചാക്കി കൊണ്ടുപോയിട്ട് അതെല്ലാം ചെമ്പായിരുന്നു എന്ന് കളർ റിപ്പോർട്ട് എഴുതി വെച്ചിട്ട് ഉരുക്കി വിറ്റ് പുട്ടടിച്ച ഒരു പാർട്ടിയുടെ കുറെ നേതാക്കളുണ്ട്. അതുപോലെ കുറച്ച് അണികളും പിന്നെ കുറച്ച് സിൽബന്തികളും. അവരുടെ പേരിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടാണ് ഈ പാർട്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. നിയമ നടപടി അവിടെ കിടക്കട്ടെ, അത് പിണറായി ഉണ്ടാക്കിയതല്ല. അത് കോടതി പറഞ്ഞിട്ട്, കോടതിക്ക് അറിയാം ഇത്. നമുക്ക് ഇവിടെ കോടതി മാത്രമേ ഉള്ളൂ. ഈ പാട്ടിന്റെ കാര്യം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സംഗതി തീരും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇങ്ങനെ വന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൂടെ കഴിഞ്ഞിട്ട് എന്റെ പ്രേക്ഷകർ പോകാവൂ. ഇതിങ്ങനെ ഒരു കേസ് വന്നതിന് ഒരു കാരണമുണ്ട്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും വരുന്നത്, അത് തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലും വരുന്നത്, അത് തന്നെയാണ് CPM ഭരിക്കുന്ന ഈ നാട്ടിൽ പിണറായി എന്ന് പറയുന്ന ഈ ആഭ്യന്തരമന്ത്രി സകലരിലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാൻ ഈ പറഞ്ഞത് കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നതിൽ അറസ്റ്റുകളും മറ്റു കാര്യങ്ങളും വരുന്നു എന്നതിലല്ലാതെ പാർട്ടിപരമായിട്ട് സ്വന്തം അണികൾ ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചിട്ട് കൊള്ള നടത്തിയിട്ട് കളവ് നടത്തിയിട്ട് ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്നു എന്നല്ലാതെ എന്താണ് ഈ പിണറായിയും കൂട്ടരും ചെയ്തിട്ടുള്ളത്? എന്താണ് ചെയ്തിട്ടുള്ളത്? ഒന്ന് പറയണം. അന്തസ്സോടെ ഒന്ന് എഴുന്നേറ്റ് പറയും, ഞങ്ങൾ ഇന്നത് ചെയ്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയും. ഒരു അന്തസ്സുണ്ട്. ഇനി പാട്ടിലേക്ക് വരാം. ഇത് ഈ പാട്ടിന്റെ കുഴപ്പമൊന്നുമല്ല. തെരഞ്ഞെടുപ്പിന്റെ ജാള്യത മാറണം, ജനങ്ങൾ സംസാരിക്കണം. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ, അവരുടെ കൊള്ളയുടെയും കൊള്ളരുതായ്മയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കള്ളക്കേസുകൾ വരും. അവരെ പറ്റുന്നുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടാൻ നോക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തില്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്തിനാണ് ഈ കേസ് വന്നത്? ഈ 0181 എന്നുള്ള ഈ സൈബർ ക്രൈം വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇതിൽ 4 പ്രതികൾ അവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. പ്രതികളാണോ ഇത്? ഒരു പാട്ട് പാടാനും അതെങ്ങനെ ചെയ്യണമെന്നും ഒക്കെ ഉണ്ട്. ഈ ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ടും അല്ലാതെ അള്ളാന്റെ പേര് പറഞ്ഞുകൊണ്ടും കർത്താവിന്റെ പേര് പറഞ്ഞുകൊണ്ട് കള്ളുകച്ചവടം നടത്തി ബോംബ് പൊട്ടിച്ച് നിൽക്കുന്ന എത്ര സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊന്നും തോന്നാത്ത ഒരു മതവികാരം ഇവിടെ എങ്ങനെ പൊട്ടിമുളച്ചുണ്ടായത്? അപ്പൊ ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു FIR ഇട്ടിട്ട് ഒരുത്തന്റെ പണി തെറിപ്പിക്കണം. ഇതിൽ ഒരുത്തൻ പ്രവാസിയ അവിടെ നിൽക്കുന്നുണ്ട്. അവന്റെ ജോലി എങ്ങനെയെങ്കിലും തെറിപ്പിക്കണം. പകരം വീട്ടാണ്. ഒരു മുഖ്യമന്ത്രി, ഒരു ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് നാണം കെട്ട ഒരാളായി പോയി എന്നുള്ളതാണ്. ഇങ്ങനെ നാണം കെട്ട ഒരുത്തന്റെ ജോലി തെറിപ്പിക്കുമ്പോൾ ഒരു അന്തസ്സാണ് എന്ന് പറയാം. കേരളത്തിലെ ചെറുപ്പക്കാർ മുഴുവൻ നാടുവിട്ട് പോവാണ്. ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആൾക്കാർ നാടുവിട്ട് പോവാ. കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ട് ഇവിടെ തൊഴിലെടുക്കുക? ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. തൊഴിൽ കൊടുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ഉള്ളതിനെ പറഞ്ഞു വിടുകയാണ്, ആട്ടി വിടുകയാണ്. ഇനി അത് മാത്രമല്ല, ഇനി ആരെങ്കിലും മറുഭാഗത്ത് നിന്ന് മര്യാദയ്ക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ പണിയും കൂടെ തെറിപ്പിക്കണം. ഇവിടെ നിന്ന് നോട്ടീസ് അയച്ച് അവിടെ പ്രവാസിയായിട്ട് പണിയെടുക്കുന്നവന്റെ കമ്പനിയിലേക്ക് അയച്ചിട്ട് അവനെ ഇങ്ങോട്ട് വരുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുമോ? അവന്റെ കുടുംബം പിന്നെ പിണറായിന്റെ ആഭ്യന്തര വകുപ്പ് ചെലവിന് കൊടുക്കുമായിരിക്കും. ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇത് കോടതിയിലേക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്നാണ്. പോലീസിന്റെ അറസ്റ്റും കാര്യങ്ങൾക്കും നിൽക്കരുത്. കാരണം നീതിയുക്തമായ ഒരു നടപടി പിണറായിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. കിട്ടില്ല. കാരണം ഇവിടെ വരുന്ന കേസുകളൊക്കെ അങ്ങനെയാണ്.
രാഹുൽ ഈശ്വരുടെ കേസ് അങ്ങനെ ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അങ്ങനെ ആയിക്കോട്ടെ, എന്നെ പിടിച്ചകത്തിട്ട കേസ് അങ്ങനെ ആയിക്കോട്ടെ, ഇതെല്ലാം ഷാജി സ്കറിയന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതും ഇത് തന്നെയല്ലേ? അതായത് പിണറായിസത്തിനെതിരെ, പിണറായിക്കെതിരെ സംസാരിക്കുന്ന, CPM-എതിരെ സംസാരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് മറ്റു പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ നാവരിയാൻ, അവരുടെ കുടുംബം കലക്കാൻ, അവരുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസുകൾ. അല്ലാതെ ഇവിടെ ഭക്തിന്റെ അങ്ങേറ്റം നിറകുടം കൊണ്ടതാണെന്ന് കരുതരുത്. അവിടെ ഭക്തിയെ അങ്ങോട്ട് എന്താ പറയാ സ്വാംശീകരിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് വെച്ചു കൊടുക്കാനാണെന്ന് കരുതരുത്. ഇതൊരു പകരം വീട്ടല്ല. അതായത് എന്നെ കുറിച്ച് നിങ്ങൾ മിണ്ടിയാൽ, ഞാൻ ഇരട്ടച്ചങ്കരാണ്, എന്നെ കുറിച്ച് മിണ്ടിയാൽ, എന്റെ പാർട്ടിയെ കുറിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ഭരണത്തെ കുറിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ അവസ്ഥ ഇതാണ്, നിന്റെയൊക്കെ കുടുംബം കലക്കും, നിന്റെയൊക്കെ ജോലി കളയും, നിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ അതൊക്കെ ചെയ്യും, നീയൊക്കെ അത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വായ പൂട്ടി മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കി റാൻ എന്ന് പറഞ്ഞ് നിന്നോ. അങ്ങനെയാണെങ്കിൽ നിനക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റൂ, ഇല്ലൊക്കെ നീയൊക്കെ വിവരമറിയും എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു താക്കീതാണ് ഈ FIR എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് എങ്ങനെ വായിക്കണ്ടേ? ആ പാട്ടിൽ എന്താ കുഴപ്പം? പോറ്റിയെ കയറ്റിയില്ലേ? എങ്ങോട്ട് കയറ്റി? ജയിലിലേക്ക് കയറ്റിയില്ലേ? അല്ലെങ്കിൽ പോറ്റിയെ അവിടെ അമ്പലത്തിലേക്ക് കയറ്റിയില്ലേ സ്വർണം കട്ടെടുക്കാൻ വേണ്ടിയിട്ട്? ഇവിടെ ശബരിമലയിലെ സ്വർണം കട്ടത് സഖാക്കളാണ്, അയ്യപ്പ എന്ന് പറഞ്ഞതാണ് കുഴപ്പം. പിന്നെ സഖാക്കൾ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് കട്ടെന്ന് പറയണം? ഇവിടെ കോൺഗ്രസ്സുകാർ കട്ടോ, മുസ്ലിം ലീഗുകാർ കട്ടോ, ഇവിടുത്തെ BJP-ക്കാർ കട്ടോ? ഹിന്ദുവിന്റെ പേരിൽ ഇങ്ങനെ വിഭ്രഞ്ചിച്ച് പുളകിതരാകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതേ ശബരിമലയിൽ കുറച്ചു കാലം മുമ്പ് എന്താ അവിടെ സംഭവിക്കാൻ പോയത്? കുറെ യുവതികളെ കൊണ്ടുവന്നിട്ട് പിടിച്ചിട്ട് കേറിക്കോ എന്ന് പറഞ്ഞില്ലേ? കയറാൻ വരുന്നവർ കയറിക്കോട്ടെ. അതിന് ആരെങ്കിലും തടയിടണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതിന്റെ ആ നിയമം അവിടെ പാലിച്ചാൽ മതി. അല്ലാതെ അവിടെ വിശ്വാസികളുടെ എന്താ പറയാ അതങ്ങോട്ട് ശരിയാക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം അവിടെ നിന്ന് ചില അവളുമാരെയൊക്കെ കൊണ്ടുവന്ന് പിടിച്ചോണ്ട് ഇങ്ങോട്ട് ഉന്തിക്കയറ്റാൻ നിന്നില്ലേ? അവിടെ ഈ വിശ്വാസത്തെ ഹരിക്കലൊന്നും ഉണ്ടായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് സിനിമയിലെ കുറെ ആൾക്കാരുണ്ട്, കുറെ നടന്മാരുണ്ട്. അവർ പരസ്യമായി പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട് സിനിമയിലൂടെ. പലരും പോക്സോ കേസിൽ പ്രതികളാവും. അങ്ങനെ പലരും ജീവിതം തുറച്ചിട്ടുണ്ട്, പല ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ട്, പല രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഒക്കെ മലയാളികൾ തന്നെ. മലയാള സിനിമ മാത്രം എടുത്താൽ മതി. എന്നിട്ട് അവരൊക്കെ പേരിൽ കേസെടുക്കണം. ആ സിനിമ നിർമ്മിച്ചവനെതിരെ കേസെടുക്കണം, ആ സിനിമയിൽ തിരക്കഥ എഴുതിയവന്റെ കേസെടുക്കണം. അങ്ങനെ സകല എണ്ണത്തിന്റെ പേരിലും കൂടെ കേസെടുത്തിട്ട് മാതൃക കാണിക്കണം. ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പാട്ട് എഴുതിയാൽ അതിന്റെ പേരിൽ കേസെടുത്തുകൊണ്ട് നാവടപ്പിക്കുന്ന നാണം കെട്ട ഒരു സർക്കാർ. സത്യം പറയാലോ, ഇത്തരത്തിൽ നെറുകെട്ട കളികൾ കളിക്കുന്ന വെറും നാലാംകട പരിപാടി, മഞ്ഞപത്രങ്ങൾ പോലും കാണിക്കാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പിനെ ആ രീതിയിലേക്ക് മാറ്റി ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യിക്കുന്ന ഒരു സർക്കാർ സംവിധാനം, ഒരു ആഭ്യന്തര സംവിധാനം ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പോലീസുകാർ അവരുടെ താല്പര്യപ്രകാരം ഇട്ട FIR ആണ് എന്നുള്ളത്. മേളിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും. കേരള പോലീസ്, സൈബർ ആയാലും ഏത് പോലീസായാലും അവരത്ര മോശക്കാരൊന്നും അല്ല. അവർ വളരെ വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ഏറ്റവും സംശുദ്ധമായി അന്വേഷണം നടത്താൻ കഴിയുന്ന വലിയൊരു അന്വേഷണ സംഘത്തെ നശിപ്പിച്ച് നാരായണക്കല്ലെടുപ്പിക്കാൻ വേണ്ടി ജന്മം കൊണ്ട ഒരു ആഭ്യന്തരമന്ത്രിയും പിന്നെ എന്താ പറയാ അതിനെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയും ലോകത്ത് ഇതിൽ പരം നാണക്കേടാതാ ഉള്ളത്. ഇതിന്റെ പൊരുളെന്താണെന്നറിയാം? ഈ പാർട്ടിനെതിരെ നടപടി വന്നതിന് പിന്നിൽ ഈ സാധുക്കളായ 4 പേരുണ്ട്. ആ 4 പേരുടെ ജീവിതം കുട്ടിച്ചോറാക്കണം. കോടതിയിൽ ഇത് നിലനിൽക്കൂല. കോടതി ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിയും. പക്ഷെ അതിനു മുമ്പ് ഈ 4 ജീവിതം കുളം തോണ്ടണം. പിന്നെ ഒരുത്തനും ഇമാരുള്ള പണിക്ക് വരരുത്. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ കേരളം മുഴുവൻ മാറ്റിമറിക്കാൻ വേണ്ടി പോറ്റിയെ കയറ്റി എന്നുള്ള ഒറ്റ പാട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പാട്ട് ഇറങ്ങാനുണ്ട്. ആ പാട്ടുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണം UDF-ന്റെ കയ്യിലിരിക്കും. അടുത്ത പാട്ട്, ആ കത്തുപാട്ട്, അത് ഇറങ്ങരുത്. അല്ലെങ്കിൽ ഈ രീതിയിൽ ഇറങ്ങരുത്. ഇത്രയധികം ജനഹൃദയങ്ങളെ പിടിച്ചുലച്ചിയ ഒറ്റ ദിവസം കൊണ്ട് വൈറലായ ഒരു പാട്ട് പിണറായി സർക്കാരിന്റെ അടിത്തറ ആണിക്കല്ല് ഇളക്കുന്നുണ്ടെങ്കിൽ അടുത്ത പാട്ട് കൂടി വരുമ്പോൾ അതിന്റെ മേലെ ഒരു കല്ലും കൂടി അടുത്ത് ശവമടക്കൂടി നടത്തേണ്ട ഒരു സാഹചര്യം വരും എന്ന് അറിയാവുന്ന പിണറായി ആഭ്യന്തരമന്ത്രി ചേർന്ന് പോലീസുകാരെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണ് ഈ സംഭവം. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഓരോരുത്തരുടെ ജീവിതം തൊലച്ച്, അവരുടെ കുടുംബം തൊലച്ചുകൊണ്ട് നിങ്ങൾക്ക് കൊള്ളയടിക്കാനും കള്ളത്തരം കാണിക്കാനും ഇതുപോലെ മോഷ്ടിക്കാനും കട്ടുമോട്ടിച്ചുകൊണ്ട് ഇവിടെ എന്താ പറയാ ഭരണം കാഴ്ചവെക്കാനും എത്ര കാലം കഴിയുമെന്നാണ് കരുതുന്നത്? ദയവായി കേരളത്തിൽ മര്യാദയ്ക്കുള്ള ഒരു പോലീസ് സേനയുണ്ട്. ലോകത്തിന് അഭിമാനമായി, ഇന്ത്യക്ക് അഭിമാനമായ ഒരു പോലീസ് സേനയുണ്ട്. അതിന് നാണം കെടുത്തരുത്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ഓടിച്ചും, ഇപ്പോ അവസാനം ഈ പറഞ്ഞ പോറ്റിയുടെ പിന്നാലെ ഓടിച്ചും, ഈ പാട്ടിനെതിരെ ഓടിച്ചും ഒക്കെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനം അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ നാണക്കേടുണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭരിക്കുന്നത്. അതായത് നിങ്ങൾ ഇമാതിരി ഒരു ആഭ്യന്തര വകുപ്പ് ഇരുന്ന് കൈയാളുന്നത്. ഇങ്ങനെയുള്ള ഒന്നിനെയാണല്ലോ പിടിച്ച് മേലേക്ക് ഇരുത്തിയെന്ന് ജനം ചിന്തിക്കുന്നത് വെറുതെ അല്ല. Different angles. Don't forget to subscribe and support this channel.